ഫ്രണ്ട്സ് കൂടുതലുണ്ടെങ്കിൽ നോർമൽ, ഫ്രണ്ട്സ് കുറവായാൽ എന്തോ പ്രോബ്ലം ഉണ്ട്. എല്ലാവരെയും ഫ്രണ്ട്സ് ആക്കുന്ന ആൾ വളരെ സ്വീകാര്യൻ, അല്ലെങ്കിൽ അവന് ആറ്റിറ്റ്യൂഡാണ്, ജാടയാണ് തുടങ്ങി സൊസൈറ്റി ഒരുപാട് ജഡ്ജ്മെന്റ് ഉണ്ടാക്കും. സൊസൈറ്റി എന്ത് വേണേ പറയട്ടെ, അത് നമ്മുടെ കൺസേൺ അല്ല. പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ നാച്ചുറലി ഫ്രണ്ട്സ് കുറവുള്ള ആളുകളുടെ സൈക്കോളജി എന്നാണ്. ഞാനും അതിൽപ്പെടുന്ന ആളാണ്. അപ്പോൾ സൊസൈറ്റിയുടെ മീറ്റർ വെച്ച് നോക്കുമ്പോൾ പറയുന്നത് പോലെ അത് വളരെ മോശം കാര്യമാണോ? ഉറപ്പായും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് കുറവുള്ള ആളുകളെ നിങ്ങൾ കാണുന്നത് പഴയ പോലെ ആയിരിക്കില്ല. ഇനി നിങ്ങൾ അങ്ങനെ ഒരാളാണെങ്കിൽ നിങ്ങളെപ്പറ്റി തന്നെ ഒരുപാട് തിരിച്ചറിവുകളും ഈ വീഡിയോ കഴിയുമ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ വെൽക്കം ഹോം. ഇവിടെ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ വെൽക്കം ബാക്ക്. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ലൈഫ് ബെറ്റർ ആക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവിടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലക്ഷക്കണക്കിന് വീഡിയോസിനിടയിൽ ഇനിയും നിങ്ങൾക്ക് എന്നെ മിസ്സായി പോവാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഇപ്പൊ തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ നാച്ചുറലി വളരെ കുറച്ച് ആളുകൾ മാത്രം ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളുടെ ചിന്താഗതി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായി സിമ്പിൾ ടോക്ക് എക്സോഷൻ, അതായത് സർഫസ് ലെവലിലുള്ള സ്മോൾ ടോക്സ് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്നു. ഒരു സിമ്പിൾ സെനാരിയോ ഞാൻ പറയാം. ഓഫീസിലെ ഒരു ലഞ്ച് ബ്രേക്ക്, ടേബിളിൽ 6 പേരിരിക്കുന്നു. കോൺവെർസേഷൻ എന്താണ്? വെദർ എന്താണ് ഇപ്പോൾ, ട്രാഫിക്, സാലറി ഈ വർഷം കൂടുമോ, മറ്റൊരാളുടെ പ്രൊമോഷനെ പറ്റി, പിന്നെ കുറെ റാൻഡം ഗോസിപ്സ്. ചില ആളുകൾ ഇത്തരത്തിലുള്ള ടോപ്പിക്കിൽ നന്നായി എൻഗേജ് ചെയ്യും. പക്ഷേ ആ ടേബിളിൽ ഒരാളുണ്ടാവും, അവർ ഇവിടെ സൈലന്റ് ആയിരിക്കും. അവർ റൂഡ് ആയതുകൊണ്ടോ ഷൈ ആയതുകൊണ്ടോ ആയിരിക്കില്ല. ഈ സർഫസ് ലെവൽ ടോക്സ് അവരുടെ ഉള്ളിൽ റെസണേറ്റ് ചെയ്യില്ല. ഇങ്ങനെ മെന്റലി ഡിസ്കണക്ട് ആയിട്ട് അവരിയ്ക്കും. സിമ്പിൾ റീസൺ, ഓരോ ആളിനും എൻജോയ് ചെയ്യാൻ വേണ്ട സ്റ്റിമുലേഷൻ ഡിഫറെന്റ് ആണ്. ചില ബ്രെയിനുകൾക്ക് അങ്ങനെ സർഫസ് ലെവൽ ഡിസ്കഷൻ മതി, ബട്ട് ചിലർക്ക് ഡെപ്തിലുള്ള കോൺവെർസേഷൻ വേണം. സർഫസ് ലെവൽ ടോക്സ് അവരുടെ ബ്രെയിനിനെ ഫീഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടമല്ലാത്ത ആഹാരം കഴിക്കുന്നത് പോലെയാണത്. മറ്റുള്ളവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുമായിരിക്കാം, ബട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ 6 പേരുണ്ടായിരുന്ന ഗ്രൂപ്പ് പതിയെ 5 പേരിലേക്ക് ചുരുങ്ങും. ബാക്കി 5 പേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും, കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്ത ആളുകളായിരിക്കും, വലിയ സീരിയസ് കാര്യം മാത്രം പറയുന്ന ആളുകളായിരിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വന്നേക്കാം. പക്ഷേ റിയാലിറ്റി, ആ മാറി നിൽക്കുന്ന ഒരാൾ സെലക്റ്റീവ് ആയിട്ട് എൻഗേജ് ചെയ്യുന്നു എന്ന് മാത്രം. എല്ലാത്തിനും തലയാട്ടാനോ മൂളി കേൾക്കാനോ കൂട്ടത്തിൽ പാടാനോ നിൽക്കുന്നില്ല എന്നൊരൊറ്റ കാര്യം മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇനി രണ്ടാമതായി എനർജി ബഡ്ജറ്റിംഗ്. നമ്മൾ പണം ബഡ്ജറ്റ് ചെയ്യാറില്ലേ? EMIക്ക് ഇത്ര രൂപ, ഗ്രോസറിക്ക് ഇത്ര രൂപ, അങ്ങനെയൊക്കെ. അതേപോലെ എനർജി ഈ ആളുകൾ ബഡ്ജറ്റ് ചെയ്യും. നന്നായ ആളുകളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള, മിങ്കിൾ ചെയ്യുന്ന ആൾ ആണ് എങ്കിൽ കുറേ സംസാരമൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഒരു എനർജി കിട്ടിയ ഫീൽ ഉണ്ടാവും, നേരത്തെ പറഞ്ഞ സ്റ്റിമുലേഷൻ പോലെ. പക്ഷേ ഈ ലെസ് സോഷ്യലൈസിങ് ബ്രെയിൻ ആണ് എങ്കിൽ ഈ ഇന്ററാക്ഷൻ ഫുൾ ഒരു നെർവസ് ഇന്ററാക്ഷൻ ആണെന്ന് മാത്രമല്ല, അവർ വല്ലാതെ എക്സോസ്റ്റഡും ആകും. ഇപ്പോൾ ഒരു വെഡിങ് ഫംഗ്ഷൻ ഇമാജിൻ ചെയ്യാം. 200 പേരോ 1000 പേരോ ഒക്കെ ഉണ്ടായേക്കാം. അവിടെ വലിയ നോയ്സ് ഉണ്ട്, കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ഉണ്ട്. ചില ആളുകൾക്ക് ഇത് ഫണ്ണാണ്, അവർ റീചാർജ് ആവും. പക്ഷേ ചില ആളുകൾക്ക് 2 മണിക്കൂർ കഴിഞ്ഞാൽ മെന്റൽ ബാറ്ററി റെഡിൽ കയറും. അവരത് ഡിസ്ലൈക്ക് ചെയ്യുന്നത് കൊണ്ടല്ല, അവരുടെ സിസ്റ്റം ഓവർലോഡ് ആവുന്നു. പ്രോസസിംഗ് ലോഡ് കൂടുതലായതുകൊണ്ട് തന്നെ റിക്കവറി ടൈമും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ബഹളമൊക്കെ കഴിഞ്ഞാൽ സോളിറ്റ്യൂഡ് ആവശ്യമാണ്. സോളിറ്റ്യൂഡ് വേണമെങ്കിൽ മെയിൻ്റനൻസ് പീരീഡ് എന്ന് പറയാം, അതല്ലെങ്കിൽ റിക്കവറി പീരീഡ് എന്നും പറയാം. അത് മണിക്കൂറുകളാവാം, ഡേയ്സ് ആവാം, വീക്സ് ആവാം. ഇനി ഇതിലേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ ഒന്നും തീരുന്നില്ല. ആ ഫംഗ്ഷനിൽ പരിചയപ്പെട്ട ആളുകൾ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ പഴയ പരിചയം പുതുക്കിയ ആളുകളും ഉണ്ടായിരിക്കാം. മേ ബി ഇവരൊക്കെ ഫോൺ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടാവാം ആ ഒരു ഫംഗ്ഷനിൽ വെച്ച്. പക്ഷേ അവർക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കില്ല. ഇവരോടൊന്നും വെറുപ്പുണ്ടായതുകൊണ്ടല്ല, നമ്മുടെ എനർജി ബഡ്ജറ്റ് ചെയ്യുന്നത് മാത്രമാണ്. വീണ്ടും ഒരു എനർജി എക്സോഷനും റിക്കവറിയും പറ്റില്ല എന്ന തോന്നലും കൂടിയാണ്. പക്ഷേ ഉറപ്പായും ഈ ഒരു സമയം റിക്കവേർഡ് ആകുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം, വിളിക്കണം എന്നൊക്കെ ഉള്ളിൽ പ്ലാൻ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ അവർ ബിസി ആയിരിക്കുമോ എന്ന് തോന്നും. കുറെ കൂടെ കഴിഞ്ഞ് മെസ്സേജ് അയക്കാം എന്ന് തീരുമാനിക്കും. വീണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞാൽ, ഇത്രയും കഴിഞ്ഞിട്ട് മെസ്സേജ് അയച്ചാൽ അവർക്ക് ദേഷ്യമുണ്ടാകുമോ, ഇത്രയും വെയിറ്റ് ചെയ്തത് മോശമായി പോയോ, ഇങ്ങനെ 1000 കോൺഫ്ലിക്ട്സ് ഉള്ളിൽ ഉണ്ടാവും. ഈ കോൺഫ്ലിക്ട്സ് നമ്മുടെ ഉള്ളിൽ സോൾവ് ചെയ്യാൻ ഒരുപാട് എനർജി വേണം. അങ്ങനെ ഈ കോൺഫ്ലിക്ട്സുകളൊന്നും താങ്ങാൻ പറ്റാതെ നമ്മൾ നമ്മുടെ എനർജി ബഡ്ജറ്റ് ചെയ്ത് എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് മിണ്ടാതെ ഇരിക്കും. അങ്ങനെ പുതിയതായിട്ട് വന്ന ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടില്ല, പരിചയം പുതുക്കി വന്ന അവരുമായിട്ട് കൂടുതൽ കോൺടാക്ട് കീപ്പ് ചെയ്യാനും സാധിക്കില്ല. ഈ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അല്ല ഞാൻ ഇവിടെ പറയുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതും അവരുടെ ബ്രെയിനിന് ചേരുന്നതുമാണ് അവർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ ജഡ്ജ്മെന്റ് ഒന്നും ആവശ്യമില്ല എന്ന് മാത്രം. ഇനി മൂന്നാമത്, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ട്രസ്റ്റ്. നമുക്ക് ചുറ്റും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഞാൻ പറയാം. മിക്ക സോഷ്യൽ സർക്കിൾസും പരിചയം ബേസ്ഡ് ആണ്. സെയിം ഓഫീസിലുള്ള ആളുകൾ, വീടിന്റെ അടുത്തുള്ള ആളുകൾ, സെയിം കോളേജിലുള്ള ആളുകൾ, അങ്ങനെയൊക്കെ. പക്ഷേ ചില ആളുകൾക്ക് ഈ ഒരു ബന്ധം മാത്രം പോരാ മിണ്ടാനും അടുക്കാനും ഓപ്പൺ ആവാനും. ഓപ്പൺ ആവുന്നതിനെ പറ്റി പറയുമ്പോൾ നമുക്കൊക്കെ പരിചയമുള്ള ചില ആളുകളുണ്ട്. പലപ്പോഴും ഇവരൊക്കെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഭർത്താവുമായിട്ടുള്ള പ്രോബ്ലംസോ മെഡിക്കൽ കണ്ടീഷനോ ഒക്കെ ഓപ്പൺ ആയിട്ട് ലഞ്ച് റൂമിൽ ഓഫീസിലിരുന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ സങ്കടം ഒരാളോട് പറയണമെന്ന് തോന്നിയിട്ടോ, അതല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആരെങ്കിലും ഒക്കെ തന്നാലോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിന്നായിരിക്കാം അവരിതൊക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മേളിൽ പറഞ്ഞ ആളുകൾ ഒരിക്കലും അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യം ഇങ്ങനെ പറയില്ല. വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അവരുടെ ഉള്ളിലുള്ള പ്രോബ്ലംസ് പറഞ്ഞേക്കാം. ആർക്കും അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നും
അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ അവരുടെ ലൈഫിൽ മുന്നോട്ട് നടക്കൂ എന്നുമൊക്കെയുള്ള തിരിച്ചറിവ് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരാളോട് ഷെയർ ചെയ്യുന്ന കാര്യം അവർ വേറൊരാളോട് പറയുമോ എന്നുള്ള ചാൻസ് എടുക്കാനും അവർ ഒട്ടും റെഡിയാവില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ അവരുടെ ട്രസ്റ്റിന്റെ ത്രഷോൾഡ് വളരെ ഹൈ ആയിരിക്കും. നേരത്തെ ഉണ്ടായ മോശം എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാതെ മുന്നേ ഉണ്ടായ ആളുകളുടെ ലൈഫിലോട്ടുള്ള എൻട്രിയും എക്സിറ്റും കൊണ്ടാവാം. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരുപാട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്ന സമയത്ത് ഈ കൂട്ടർക്ക് ഫ്രണ്ട്സ് ഒരുപാട് കുറയും. അത് ആക്ച്വലി പുറമേ നിന്ന് കാണുന്നവർക്ക് മോശമായിട്ട് തോന്നിയേക്കാം, ബട്ട് ആ ഹൈ ലെവൽ ഓഫ് ട്രസ്റ്റ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അവരുണ്ടാക്കിയ ആ വളരെ കുറച്ച് നമ്പർ ഓഫ് ഫ്രണ്ട്സിലുള്ള ബിലീഫ്, ട്രസ്റ്റ് ഒക്കെ അവർക്ക് വളരെയധികം കണ്ടന്റ് ഫീലും കൊടുക്കും. പിന്നെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവരുടെ പ്രൈവറ്റ് ആയി നിൽക്കുന്നത് വലിയ ആശ്വാസം തരുന്ന ഒരു കാര്യമായിരിക്കും ആ കൂട്ടർക്ക്. ഇനി നാലാമത്, അവരൊന്നും ആളുകളുടെ കോൺടാക്ട്സ് കളക്ട് ചെയ്യുന്നത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. സത്യത്തിൽ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ അസറ്റ് അവരുടെ കോൺടാക്ട്സ് ആണ് എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ. പക്ഷേ ആ ലെവൽ ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന ഒരാളായിരിക്കില്ലല്ലോ എല്ലാവരും. സോ അവർക്ക് അങ്ങനെ കോൺടാക്ട്സ് ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ലൈഫിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി ബെനിഫിറ്റ് ഒന്നും ഇല്ല എങ്കിൽ പോലും പല ആളുകളെ നമ്പർ വാങ്ങി വെക്കുന്ന ആളുകളും ഹായ് ഹലോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ വല്ലപ്പോഴും നല്ല ഒരു റിയൽ കോൺവെർസേഷൻ വേണം, ബാക്കി ടൈം സ്വയം എൻജോയ് ചെയ്തിരിക്കണം എന്നായിരിക്കും നമ്മൾ മേളിൽ പറഞ്ഞ കൂട്ടർ കരുതുന്നത്. ഇവർ ഫേസ് ചെയ്യുന്ന ഏക പ്രോബ്ലം, സൊസൈറ്റി എക്സ്ട്രോവേർഷനെ ഒരുപാട് റിവാർഡ് ചെയ്യുകയും നമ്മളെ പോലുള്ള ആളുകളുടെ നേരെ തിരിഞ്ഞിട്ട് നിനക്കധികം കൂട്ടുകാരൊന്നും ഇല്ലല്ലോ എന്നൊക്കെ തരത്തിലുള്ള ജഡ്ജ്മെന്റോട് കൂടിയുള്ള വർത്താനം നമ്മളോട് തിരിച്ച് ചോദിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഈ കഥകളൊന്നും ഈ ചോദിക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ വീഡിയോ തീരുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ് ഇല്ല എന്നത് വലിയ സംഭവമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതായിരുന്നില്ല ഈ വീഡിയോ. ഞാൻ മുന്നേ ഉള്ള ലൈഫിന്റെ മീനിങ്ങിനെ പറ്റി പറഞ്ഞ വീഡിയോയിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള സോഷ്യൽ ലൈഫ് നമുക്ക് ഹാപ്പിനെസ് തരും എന്ന് പല പഠനങ്ങളും പ്രൂവ് ചെയ്തതായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോൺലി ആയിട്ടിരിക്കുക, ഐസൊലേറ്റഡ് ആകുക എന്നത് വളരെ പെയിൻഫുള്ളും ഡേഞ്ചറസുമാണ്. ക്വാണ്ടിറ്റി അല്ല ക്വാളിറ്റിയിൽ ഫോക്കസ് ചെയ്ത് വളരെ മീനിങ് ഫുൾ ആയ നല്ല ആളുകളെ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ സിംപ്ലി ലോൺലി ആവാനല്ല, എന്നാൽ സെലക്റ്റീവ് ആയിട്ട് അധികം ആളുകൾ വേണ്ട എന്ന് ഒരാൾ തീരുമാനിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറഞ്ഞതല്ല. അവർ സമാധാനമായിട്ട് സോഷ്യൽ നോയ്സിന്റെ ഓവർലോഡ് ഒഴിവാക്കുന്നു, അവരുടേതായിട്ടുള്ള ഇമോഷണൽ സ്റ്റെബിലിറ്റി കണ്ടെത്തുന്നു, റൈറ്റ് ആയിട്ടുള്ള കണക്ഷൻ വരുന്നവരുമായിട്ട് ഡീപ്പറും ക്ലാരിറ്റിയോടും കൂടിയുള്ള ബന്ധങ്ങൾ ബിൽഡ് ചെയ്യുന്നു, സ്ലോലി അവരുമായിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള ട്രസ്റ്റും ബിൽഡ് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ഗ്രൂപ്പ് ശരി ഒരു ഗ്രൂപ്പ് തെറ്റ് എന്ന് പറയാനല്ല. സൊസൈറ്റിയുടെ ഈ മോർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലയാളും ഫ്രണ്ട്സ് കുറവാണ് എങ്കിൽ അയാൾ മോശം ആളും എന്നുള്ള ആ ഒരു റോങ് മീറ്റർ ഒന്ന് ബ്രേക്ക് ചെയ്യാൻ മാത്രമാണ് ഞാനിവിടെ ശ്രമിച്ചത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് തരത്തിലുള്ള മോഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അതല്ലെങ്കിൽ ജീവിക്കുന്ന ആളാണ്, എന്താണ് നിങ്ങളുടെ കഥ? നമ്മളോട് സംസാരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.